ഫസ്റ്റ് നമുക്ക് റിക്വയർഡ് മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടിൻഡറും റാൻഡമാണ്. ടിൻഡർ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യാനും റാൻഡം നമ്പേഴ്സിനെ ചൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ടിക് ടാക് ടോ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒരു കൺസ്ട്രക്ടറിനെ ഇനി ഡിഫൈൻ ചെയ്തു. ഈ കൺസ്ട്രക്ടർ ടിക് ടാക് ടോ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇനീഷ്യലൈസ് ആവും. സെൽഫ് ഡോട്ട് റൂട്ട് ഈക്വൽ ടു റൂട്ട്. ഇത് റൂട്ട് വെച്ചാൽ മെയിൻ ആപ്ലിക്കേഷൻ വിൻഡോനെ റെപ്രസെൻ്റ് ചെയ്യും. സെൽഫ് ഡോട്ട് റൂട്ട് ഡോട്ട് ടൈറ്റിൽ ടിക് ടാക് ടോ, ഇത് ഈ മെയിൻ ആപ്ലിക്കേഷൻ വിൻഡോൻ്റെ ടൈറ്റിൽ ടിക് ടാക് ടോ ആക്കിയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം ബോർഡിൽ, ഈ ഗെയിം ബോർഡിൽ നമ്മൾ ഒരു 9 empty സ്പേസിൻ്റെ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം കറണ്ട് പ്ലെയറിനെ എക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്തു. അത് സെൽഫ് ഡോട്ട് ബട്ടൺ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ക്രിയേറ്റ് വിജറ്റ്സ് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഈ ഫംഗ്ഷൻ ബട്ടൺസിനെ ക്രിയേറ്റ് ചെയ്യും ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രിഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു റീസ്റ്റാർട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അതായത് നമ്മളിപ്പോൾ നോർമലി ടൈം ഔട്ട് ആയാലും അല്ലെങ്കിൽ ഗെയിമിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിലേ ആയാലും നോർമലി റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഗെയിം ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യും. അത് എങ്ങനെയാണ് ആ ഒരു റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫങ്ഷൻസാണ് അവിടെ നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ക്രിയേറ്റ് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ലൈനിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഫസ്റ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ലേബിളാണ്. ആ ലേബിൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ടോപ്പിലായിരിക്കും, ആ ഒരു വിൻഡോൻ്റെ ടോപ്പിലായിരിക്കും ആ ലേബിൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ആരുടെയാണ്, ഏതൊരു പ്ലെയറിൻ്റെയാണ് നെക്സ്റ്റ് ടേൺ എന്ന് കാണിക്കുന്നതാണ് ആ ഒരു ലേബിൾ എന്ന് പറയുന്നത്. ആ ലേബിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് 0th റോ 0th കോളം വിത്ത് കോളം സ്പാൻ ഓഫ് 3 എന്ന് പറയുന്നത്, അതായത് 3 കോളത്തിൻ്റെ ഇടയ്ക്ക് എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു 3x3 ഗെയിം ബോർഡാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിത്ത് എ ബട്ടൺ. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 നെസ്റ്റഡ് ഫോർ ലൂപ്സിൻ്റെ ഉള്ളിലാണ്. അതായത് ഒരു 3x3 ഗെയിം ബോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് യൂസിങ് ബട്ടൺ. ആൻഡ് ആ ഒരു അത് ഉള്ളത് ഒരു 2 നെസ്റ്റഡ് ഫോർ ലൂപ്സിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ അകത്ത് ഐയും ജെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് റോയും കോളത്തിൻ്റെയും നമ്പേഴ്സാണ്. അതായത് ഇപ്പോൾ 3x3 ആയതുകൊണ്ട് തന്നെ 3 റോസും 3 കോളംസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഈ TK ഡോട്ട് ബട്ടൺ എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം ഇനീഷ്യലി നമ്മൾ എംപ്റ്റി അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വെക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ബട്ടൻ്റെ അപ്പിയറൻസ്. അതാണ് ഫോണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഹൈറ്റ്, വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്രിഡ് പ്ലേസ് ചെയ്യണമല്ലോ, ആ ഗ്രിഡിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ഓഫ് റോ i+1, കോളം ഈക്വൽ ടു j എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് അപ്പൻഡ് ബ്രാക്കറ്റിൽ BTN എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് സെൽഫ് ഡോട്ട് ബട്ടൺസ് ഡോട്ട് അപ്പൻഡ് ബ്രാക്കറ്റിൽ BTN എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ റീസ്റ്റാർട്ട് ബട്ടൻ്റെ ക്രിയേഷനിൽ പറയുന്നതാണെങ്കിൽ ഒരു മീൻസ് ബോട്ടം സൈഡിൽ ഒരു റീസ്റ്റാർട്ട് ബട്ടൺ കാണും. ആ റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ. അപ്പം ഈ സെൽഫ് ഡോട്ട് റീസ്റ്റാർട്ട് ഗെയിം എന്ന് പറയുന്നത് ഈ ബോർഡിനെ നമ്മൾ മീൻസ് നമ്മളിപ്പം ഓൾറെഡി ഗ്രിഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചല്ലോ, അപ്പം ഒരു ബോർഡ് കിട്ടും, ആ ബോർഡിനെ റീസെറ്റ് ചെയ്യും. അതുകൂടാതെ കോളം സ്പാനേഴ്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ബോർഡ് സ്ട്രെച്ച് ചെയ്യുന്നത്, അതായത് ഇറ്റ് എൻഷുവേഴ്സ് വെദർ ഇറ്റ് സ്ട്രെച്ചസ് അക്രോസ് ദി ബോർഡ്. നെക്സ്റ്റ് മേക്ക് മൂവ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കും. ബോർഡിലെ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഐയും ജെയും 2 ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. ബോർഡിൽ 1 ഡയമെൻഷനിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് 2 ഡയമെൻഷനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർമുല ഉപയോഗിക്കും, i × 3 + j. നെക്സ്റ്റ് ഈഫ് സെൽഫ് ഡോട്ട് ബോർഡ് ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു സിംഗിൾ കോഡ്സ് ചെക്ക് ചെയ്യും, ഏതെങ്കിലും സെല്ല് ഓക്യുപ്പൈഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്യുപ്പൈഡ് ആയിട്ടുള്ള സെല്ല് ഇഗ്നോർ ചെയ്യും. സെൽഫ് ഡോട്ട് ബോർഡ് ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ, അതായത് കറണ്ട് പ്ലെയറിൻ്റെ സിമ്പൽ അത് ഇൻഡെക്സിലേക്ക് പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് സെൽഫ് ഡോട്ട് ബട്ടൺസ് ഓഫ് ഇൻഡെക്സ് ഡോട്ട് കോൺഫിഗ്
ടെക്സ്റ്റ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ. അത് അപ്ഡേറ്റ് ചെയ്യും, സിമ്പിൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സും ഓവും വെച്ചിട്ട്. പിന്നെ ക്ലിക്ക് ചെയ്ത ബട്ടൺ പിന്നെ ക്ലിക്ക് ചെയ്യാൻ നിൽക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് ഈക്വൽ ടു ടി കെ ഡോട്ട് ഡിസേബിൾഡ്. നെക്സ്റ്റ് ഇഫ് സെൽഫ് ഡോട്ട് ചെക്ക് വിന്നർ. ഇത് വിന്നർ ആരാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സെൽഫ് ഡോട്ട് ചെക്ക് വിന്നർ എന്ന ഫങ്ഷനിലേക്ക് കോൾ ചെയ്യും. എന്നിട്ട് വിന്നറിനെ റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ വിന്നറിനെ സെൽഫ് ഡോട്ട് ലേബൽ ഡോട്ട് കോൺഫിഗ് ഓഫ് ടെക്സ്റ്റ് ഈക്വൽ ടു പ്ലെയർ സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ വിൻസ്. റിട്ടേൺ ചെയ്ത വിന്നറിലേക്ക് ടെക്സ്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് സെൽഫ് ഡോട്ട് ഡിസേബിൾ ബട്ടൺ. അതായത് ഇപ്പോൾ ആരെങ്കിലും വിന്നായാൽ ഫർദർ മൂവ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ഡോട്ട് ഡിസേബിൾ ബട്ടൺ. നെക്സ്റ്റ് ഇപ്പോൾ വിന്നറൊന്നും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എൽസ് നോ സ്പേസ് ഒന്നും ലെഫ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈ ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് എ ടൈ എന്ന് റിട്ടേൺ ചെയ്യുക. നെക്സ്റ്റ് പ്ലെയറിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ ഈക്വൽ ടു ഒ ഇഫ് സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ ഈക്വൽ ടു എക്സ് എൽസ് എക്സ്. നെക്സ്റ്റ് ആ കറണ്ട് പ്ലെയറിൻ്റെ ലേബൽ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഡോട്ട് ലേബൽ ഡോട്ട് കോൺഫിഗ് ടെക്സ്റ്റ് ഈക്വൽ ടു പ്ലെയർ സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ ടേൺ. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ചാൻസ് ആണെങ്കിൽ ഇഫ് സെൽഫ് ഡോട്ട് കറണ്ട് പ്ലെയർ ഈക്വൽ ടു ഒ കൊടുക്കും. എന്നിട്ട് സെൽഫ് ഡോട്ട് കമ്പ്യൂട്ടർ മൂവ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. Define computer move of self. This function determines the computer's move in the game. It takes self as a parameter, allowing it to access the game board. Empty cells equals I for I in range of 9 if self dot board of I double equals single quote space single quote. Here we create a list called empty cells, which stores all available positions where the computer can make a move. Range of 9 generates numbers from 0 to 8, representing the 9 positions of tic-tac-toe board. For each number I, we check if self.board of I is equal to single quote space single quote, meaning the cell is empty. If the cell is empty, we add I to the list. If empty cells. Here we check if there are any empty cells available. If the list empty cells is not empty, the computer will make a move. Index equal to random.choice of empty cells. To make the game less predictable, the computer selects a random position from the empty cells list using the random choice function. For example, if empty cells equals 357, random.choice of empty cells might pick 5, meaning the computer will move to position 5. Self.make underscore move of index /3, index modulus 3. Now the computer makes it move on the board by calling the make move function. Since our board is stored as a single list, we need to convert the index into row and column format. We do this using integer division and modulus. Integer /3 gives the row number. Index modulus 3 gives the column number. For example, if index equal to 5, 5/3 is equal to 1. That means row is 1. 5 modulus 3 equal to 2, which means column 2. The move is placed at 1, 2, second row, third column. ഈ ടിക് ടാക് ടോ എന്ന് പറഞ്ഞ ഗെയിമിൽ വിന്നറിനെ സെലക്ട് ആക്കുന്നത് അതായത് സെയിം എലമെൻറ്റ്സ്, അതായത് എക്സോ ഓയോ കോളം വൈസോ റോ വൈസോ അല്ലെങ്കിൽ ഡയഗണൽ വൈസോ, അതായത് നമ്മൾ 3x3 ഒരു ഗ്രിഡിൽ പൊസിഷന് ഡിഫൈൻ ചെയ്യും. അതായത് 0 to 8, അതായത് റോയിൽ വരിക 0 1 2 3 4 5 6 7 8, കോളം വൈസ് നോക്കുമ്പോൾ 0 3 6 1 4 7 2 5 8, ഡയഗണലിൽ 0 4 8
2 4 6. ഇതിൽ ഈ എക്സോ ഓയോ ഡയഗണലോ റോ വൈസോ കോളം വൈസോ സെയിം ആയി വന്നാൽ അയാൾ വിന്നറോ അല്ലെങ്കിൽ തോൽക്കും. അതാണ് കൺസെപ്റ്റ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് സെൽഫ് ഡോട്ട് ബോർഡ്. അതൊരു ഇൻസ്റ്റൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ കീവേഡ്. അങ്ങനെയാണ്. റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. 9 സെല്ലുള്ളൊരു എം ടി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. കറൻറ്റ് പ്ലെയറിനെ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. പ്ലെയർ എക്സിൻ്റെ ടേൺ കാണിക്കാനായിട്ട് ലേബൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ലൂപ്പ് അത് ടെക്സ്റ്റ് ക്ലിയർ ചെയ്ത് ബട്ടൺ എനേബിൾ ആക്കുന്നു. സോ പ്ലെയറിന് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇഫ് നെയിം ഈക്വൽ ടു മെയിൻ ചെക്ക് ചെയ്യുന്നു ഡയറക്റ്റ്ലി ആണോ ഫയൽ റൺ ചെയ്യുന്നതെന്ന്. tkinter എന്ന പൈത്തൺ ലൈബ്രറി ഉപയോഗിച്ചിട്ട് ഒരു മെയിൻ വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നു. റൂട്ട് വിൻഡോ പാസ് ചെയ്യുന്നു. ദെൻ മെയിൻ ഇവൻറ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് യൂസർ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ആക്കി വെക്കും.